ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പലവക ടിപ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ഈവനിങ് ഇപ്പോൾ ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളിന്ന് കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോളിഫ്ലവർ ഇങ്ങനെ ഓരോന്ന് ലെയറായിട്ട് എടുത്തത് കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ട് നല്ലോണം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. നന്നായിട്ട് തിളക്കുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഇഞ്ചി റെഡിയാക്കണം. ഇതിലേക്കുള്ള ഓരോ സാധനങ്ങൾ ഇഞ്ചി നന്നായിട്ട് ചതക്കുക, മിക്സിയിൻ്റെ ജാറിലിട്ട് അരച്ചാലും മതി കേട്ടോ. പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇഞ്ചിയും ശേഷം വെളുത്തുള്ളി ആക്കി ഇടണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം പേസ്റ്റ് ആക്കുക കേട്ടോ. നമ്മൾ കുഞ്ഞ് അമ്മിയിലെടുത്താണ് പേസ്റ്റ് ആക്കുന്നത്. നിങ്ങൾ മിക്സിൻ്റെ ജാറിലൊക്കെ എടുത്ത് പേസ്റ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് വേറെ സാധനത്തേക്ക് മാറ്റി വെക്കുക. ശേഷം നമ്മളൊരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇട്ടുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇടുക. എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കുക കേട്ടോ. നമ്മളെ പേസ്റ്റ് ഒരു പാത്രത്തേക്ക് ഇടുക. ശേഷം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് പാകത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളകും പൊടി ഇടുക. നമ്മൾ 1.5 ടീസ്പൂണ് എടുക്കണില്ല. ഉപ്പ് ഇടുക ലേശം. ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ പിഴിയുക കേട്ടോ. അതിൻ്റെ കുരുകളൊക്കെ ഒഴിവാക്കുക. ചെറുനാരങ്ങ ഒരു ഭാഗം മൊത്തം പിഴിയണം. പിന്നെ നമ്മളതിലേക്ക് കോൺഫ്ലവർ പൊടി, മൈദ, തക്കാളി ചെറുതാക്കി പേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കോളിഫ്ലവറിലിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ അവിടെ വെക്കുക കേട്ടോ. മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെക്കണേ. ഇങ്ങോട്ട് നമ്മളിത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ പൊരിക്കാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ പാർന്നിട്ട് പൊരിക്കണം. പൊരിച്ച് നല്ലോണം നെരിയിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ കുറച്ചൊരു സിമ്മിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലോണം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഞ്ചിൻ്റെ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടേ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് നല്ലോണം നെരിഞ്ഞ് കിട്ടണേ. പക്ഷെ കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മളത് വലിയ കളറില്ല. നന്നായിട്ട് കളറൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഇതാക്കിയാൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഗൈസ് നമ്മൾ പൊരിച്ചെടുത്ത് നമ്മൾക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ടൊക്കെ നല്ല ടേസ്റ്റ്. നമ്മൾ ചുടുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ തിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ചെയ്താളിട്ടെന്നാൽ